കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ്, ഒരു റിവേഴ്സ് ട്രെൻഡിനുള്ള സാധ്യത വന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച സ്ട്രോങ് ബൈയിങ് നടന്നിട്ടുണ്ട്. ഏകദേശം FIS ബൈയിങ്ങിലോട്ട് വന്നു. സ്റ്റോക്കിൽ 4581 കോടിക്ക് സ്റ്റോക്കിൽ ബൈയിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DIS 6675 കോടിക്ക് ഏകദേശം 11,000 കോടി അടുപ്പിച്ച് സ്റ്റോക്കിൽ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് വന്നിട്ടുണ്ട്. ബൈയിങ് വന്നിരിക്കുന്ന സമയം ഏതാണ്? ബൈയിങ് വന്നിരിക്കുന്ന സമയം നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിലിൽ കണ്ട കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന 50% സപ്പോർട്ട് ഏരിയയിലാണ് കൃത്യമായിട്ട് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ബെൻഡ് വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ്, മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാധ്യതയുള്ള സമയത്ത് മാർക്കറ്റിലൊരു സ്ട്രക്ചറിലൊരു ബെൻഡ് വരാൻ സാധ്യതയുണ്ടെന്ന്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇതിൽ അപ് ട്രെൻഡ് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ CPRൻ്റെ സ്ട്രാറ്റജി പഠിച്ചിട്ടുള്ള സമയത്ത് CPR നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് CPRൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിച്ചിരുന്നു അന്ന്. CPR പഠിക്കുന്ന സമയത്ത് അസെൻഡിങ്ങും നമ്മൾ CPRൽ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിച്ചിട്ടുണ്ട്. എപ്പോഴും CPRും മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. CPRൻ്റെ താഴെയാണ് മാർക്കറ്റെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. CPRന് മുകളിലാണ് മാർക്കറ്റെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അപ് ട്രെൻഡ് ആയിരിക്കും. കാരണം CPRന് താഴെയാണ് മാർക്കറ്റെങ്കിൽ CPR റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. CPRന് മുകളിലാണ് മാർക്കറ്റെങ്കിൽ CPR സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ഇത് നോക്കിയാൽ CPR മുകളിലാണ്, റെസിസ്റ്റൻസ് ആണ്, താഴോട്ട് വന്നു. വീണ്ടും ഇവിടെ CPR റെസിസ്റ്റൻസ് ആണ്, താഴോട്ട് വന്നു. എപ്പോഴാണോ CPR അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക്ഔട്ട് കിട്ടുന്നത്, മാർക്കറ്റിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കും. എന്തിനാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത്? മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ നടക്കുന്നതെന്ന് പറയുന്നത് അവിടെ നിന്ന് ഒന്നുകിൽ റിവേഴ്സ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ഒരു 80% കൺസോൾട്ടേഷൻ നടക്കുന്നത് റിവേഴ്സിന് വേണ്ടിയിട്ടാണ്. ആ റിവേഴ്സ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? CPR ബ്രേക്ക്ഔട്ട് കിട്ടി, മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകണം. അപ്പം CPR എന്തായാലും ബ്രേക്ക്ഔട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ബ്രേക്ക്ഔട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ CPR സപ്പോർട്ടായി മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഇല്ലേ? പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ CPR മുകളിലോട്ടാണ്, മാർക്കറ്റ് മുകളിലോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ നടന്നു. ഈ ഒരു ഏരിയയിൽ വീണ്ടും കൺസോൾട്ടേഷൻ നടന്നു. CPR താഴെയായിരുന്നു, മാർക്കറ്റ് മുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് CPR ബ്രേക്ക്ഔട്ട് കിട്ടി. CPR ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ CPR റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് CPR എവിടെയാണ്? CPR റെസിസ്റ്റൻസ് ആണ്, മാർക്കറ്റിൻ്റെ മുകളിലാണ്. അപ്പം CPR താഴോട്ട് വരുന്തോറും മാർക്കറ്റും അതിനനുസരിച്ച് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. എപ്പോഴാണ് CPR ചേഞ്ച് ആവുന്നത്, മാർക്കറ്റ് ട്രെൻഡ് മാറുന്നത്? ഇവിടെ മാർക്കറ്റിലൊരു ബെൻഡ് വന്നു.